നമസ്കാരം. സെയിലിംഗ് കമന്ററിയുടെ സ്ഥിരം വിമർശകർക്ക് ഒരു പ്രത്യേക എപ്പിസോഡ് സമർപ്പിക്കുന്നു. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സെയിലിംഗ് കമന്ററിയെ കുറിച്ച് ചിലരുടെയെങ്കിലും വിമർശനം, സെയിലിംഗ് കമന്ററി ഒരു കേന്ദ്ര സർക്കാർ ഭക്താണ്, BJP ഭക്താണ്, പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല, അവരുടെ ഈ പദ്ധതിയോടുള്ള അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്നില്ല തുടങ്ങിയവയൊക്കെയാണ്. ഇന്നത്തെ എപ്പിസോഡ് കേന്ദ്ര സർക്കാരിനെ പ്രതിയാക്കുന്നതാണ്. സെയിലിംഗ് കമന്ററി ജനങ്ങളുടെ പക്ഷത്താണ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പക്ഷത്തല്ല. ആര് തെറ്റ് ചെയ്താലും ആര് നല്ലത് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കും. ഇവിടെ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നമുക്ക് അധികം കിട്ടിയിട്ടില്ല, 9 മാസം എന്ന് പോലും പറയാൻ പറ്റില്ല. എന്നാലും പോട്ടെ, നമുക്ക് സാങ്കേതികമായി 9 മാസം നമ്മൾ പ്രവർത്തിച്ചു എന്ന് പറയാം. അതിനിടയ്ക്ക് 242 കപ്പലുകൾ ഇവിടെ വന്നു. അതിനകത്ത് തന്നെ തർക്കമുണ്ട്. 242 ആണോ 40 ആണോ എന്നുള്ള തർക്കം ഗവൺമെന്റിൽ തന്നെ ഉണ്ട്. സെയിലിംഗ് കമന്ററിക്ക് അങ്ങനെ തർക്കമല്ല. സെയിലിംഗ് കമന്ററി കൃത്യമായും ഇത് മോണിറ്റർ ചെയ്തിട്ട് മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് മുമ്പായി ഇവിടെ 242 കപ്പലുകൾ വന്നു. ആ വിവരം അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ സർക്കാരിൽ ഇപ്പോഴും 240 ആണോ 41 ആണോ 43 ആണോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. ആ തർക്കം പിന്നീട് എടുക്കാം നമുക്ക്. ഇവിടെ 242 കപ്പലുകൾ വന്നതിൽ 144 കപ്പലുകൾ ഡൊമസ്റ്റിക് സർവീസാണ് നടത്തിയത്. അതായത് ഇന്ത്യയിലെ വിവിധ തരം പോർട്ടുകളിലോട്ട് പോയി, വിവിധ സംസ്ഥാനങ്ങളിലെ പോർട്ടുകളിലോട്ടാണ് 144 സർവീസുകൾ. അങ്ങോട്ട് പോയത് മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുമുണ്ട്. 144 ഏകദേശം മൊത്തം നടന്ന സെയിലിംഗിന്റെ 59.5% ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഫീഡർ സർവീസ് ടു ദി ഇന്റേണൽ മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ്, രാജ്യത്തിന്റെ മാർക്കറ്റിലോട്ടാണ് ഈ 59.5% പോയത്. അത് തന്നെയും നമ്മുടെ പടിഞ്ഞാറ് വശത്തെ പോർട്ടുകളായ JNPT, മുണ്ട്ര, ഹസീറ, മംഗലാപുരം, കൊച്ചി, ഇത്രയുമാണ് നമ്മുടെ പടിഞ്ഞാറ് വശത്തെ പോർട്ടുകൾ. കിഴക്ക് വശത്ത് തൂത്തുക്കുടി, ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി അതൊരിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൂത്തുക്കുടി, എണ്ണൂർ, കാക്കിനാട, ഗംഗാവരം, വൈശാഖ്, പാരദീപ്, ഹാൽദിയ, കൊൽക്കത്ത, ഇത്രയും പോർട്ടുകളാണ് നമ്മുടെ കിഴക്ക് വശത്തെ പോർട്ടുകളിലോട്ട് പോയത്. ഇനി ബാക്കിയുള്ള 144 പോയി 98. 242-ൽ 144 കുറഞ്ഞാൽ പിന്നെ 98 കപ്പലുകൾ പോയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അപ്പൊ നമുക്ക് അന്തർദേശീയ ട്രാൻസ്ഷിപ്മെന്റും ഉണ്ട്, ദേശീയ ട്രാൻസ്ഷിപ്മെന്റും ഉണ്ട്. ആദ്യം വന്നത് സാൻ ഫെർണാണ്ടോ, ക്സിയാമൻ, ചൈനയിലെ ക്സിയാമനിൽ നിന്ന് വന്നു. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ബ്രസീലിലെ ഇതഗ്വേ എന്ന് വന്നു, പോർച്ചുഗൽ സീനസ്, ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ, പിന്നെ അവിടെ തന്നെയുള്ള ഡർബൻ, ലോം, ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ലോം, ചൈനയിലെ ടിയാൻജിൻ, ഷാങ്ഹായ്, ഷെക്കുവ, ലണ്ടനിലെ ഫെലിക്സ്റ്റൗ, ലണ്ടൻ തെയ്ൻസ്, പനാമ, നമ്മുടെ ഇത്രയും വിദൂരത സൗത്ത് അമേരിക്കയിലെ പനാമ, ന്യൂയോർക്ക്, കൊറിയയിലെ ബുസാൻ. ഇതാണ് പ്രധാനപ്പെട്ട നഗരങ്ങളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സ്ഥിരമായി സിംഗപ്പൂർ, കൊളംബോ, ചിറ്റഗോങ്, ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടുകളുമുണ്ട്. അവര് എല്ലാവരും കൂടി ചേർന്ന് 40.5% ഈ അന്തർദേശീയ ട്രാൻസ്ഷിപ്മെന്റിന് ഈ കപ്പലുകൾ. കണ്ടെയ്നറുകളുടെ നമുക്കറിയില്ല, ഈ കപ്പലുകളുടെ വെച്ചിട്ട് കണക്കാക്കുമ്പോൾ 40.5-ഉം 59.5%. കപ്പലുകളുടെ ഈ കണക്ക് വെച്ച് 59.5% എന്നുള്ള കണക്ക് വെച്ച് മൊത്തം ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെട്ട, അതിനകത്ത് തന്നെ തർക്കമുണ്ട്, അതും പോട്ടെ, നമ്മൾ ഒരു കണക്കെടുക്കുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കണക്കെടുക്കാം, 4,88,396. ആ കണക്ക് വെച്ചിട്ട് ഈ 59.5% ഒരു ഗെസ്റ്റിമേറ്റ് ആണ്,
2,90,595. 2,90,000 എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കണ്ടെയ്നറുകൾ ഇന്ത്യയുടെ വിവിധ പോർട്ടുകളിലോട്ടാണ് പോയത് എന്നുള്ളൊരു ഗെസ്റ്റിമേറ്റ് ആണ്, കൃത്യം കണക്കല്ല. ആ കൃത്യം കണക്കുകൾ തരേണ്ടവർ തരുന്നില്ല. തരാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഊഹക്കച്ചവടങ്ങൾ നടത്തേണ്ടി വരും. ആ ഒരു കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം $100, ഒരു മൻമോഹൻ സിംഗ് 2014 വന്ന വല്ലാർപാടം, 2011 തോന്നുന്നു, വല്ലാർപാടം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ് $100 ഈ വിദേശ ട്രാൻസ്ഷിപ്മെന്റിലൂടെ, 100 മുതൽ $200 വരെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാജ്യത്തിന് നഷ്ടം വരുന്നത്. ആ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം 250 കോടി മുതൽ 500 കോടി രൂപ വരെ ഈ തുക ഇന്ന് ഈ പോർട്ട് ആദ്യത്തെ 9 മാസം കൊണ്ട് ഏകദേശം 250-നും 500-നും ഇടയ്ക്കുള്ള കോടി രൂപ ഈ പോർട്ട് ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ലാഭിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് മനസ്സിലാക്കണ്ടേ? ഇന്ത്യക്ക് അകത്തിരിക്കുന്ന ഒരു പദ്ധതി, കേരള സംസ്ഥാനത്തിനകത്തിരിക്കുന്ന ഒരു പദ്ധതി, കേന്ദ്രത്തിന്റെ നയാ പൈസ നാളിതുവരെ മുതൽ മുടക്കില്ലാത്ത ഒരു പദ്ധതി രാജ്യത്തെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും 250 മുതൽ 500 കോടി രൂപ വരെ ലാഭിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ കാര്യമായി പരിഗണിക്കണ്ടേ? ഇല്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു സേവനം വേറെ ഏതെങ്കിലും ഒരു പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കാരണം ഈ പറയുന്ന തരത്തിൽ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തുമുള്ള എല്ലാ പോർട്ടുകളിലേക്കും ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു പോർട്ട് ഇന്ത്യയിലുണ്ടോ? ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ അർത്ഥത്തിൽ ട്രിവാൻഡ്രം പോർട്ട് ചെയ്യുന്ന സേവനം ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ കണ്ടില്ല എന്നുള്ള ആ മനോഭാവം മാറ്റി 250 മുതൽ 500 കോടി രൂപ വരെ ആദ്യത്തെ 9 മാസം കൊണ്ട് രാജ്യത്തെ വ്യവസായികൾക്ക്, വ്യാപാരികൾക്ക്, കയറ്റുമതിക്കാർക്ക്, ഇറക്കുമതിക്കാർക്ക് ലാഭിച്ചു നൽകിയ ഒരു പോർട്ടിനെ ഇനിയും നിങ്ങൾ തീണ്ടാപ്പാടകലെ നിർത്തുകയാണെങ്കിൽ അത് ഈ സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അതുകൊണ്ട് ഈ കണക്കുകൾ ഒന്നുകൂടി പഠിക്കണം. പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ പോർട്ട് മന്ത്രാലയം, ശ്രീ സർബാനന്ദ സോണോവാൾ, അദ്ദേഹം വിദേശത്ത് പോകുന്നു, സ്വദേശത്ത് വരുന്നു, കപ്പലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നയാൾ ഈ കണക്കുകൾ കൂടി അദ്ദേഹം പറയണം, സംസാരിക്കണം. ആദ്യമായിട്ട് പാർലമെന്റിൽ അദ്ദേഹം വെടിഞ്ഞമെന്നുള്ളൊരു വാക്ക് പറയുന്നതും കേട്ടു കഴിഞ്ഞ ദിവസം. അങ്ങനെയാണെങ്കിൽ ആ പോർട്ട് ഈ രാജ്യത്തിന് നൽകി തുടങ്ങിയ ഈ ലാഭക്കണക്കുകൾ കൂടി പാർലമെന്റിൽ അവതരിപ്പിക്കണം. അതിന്റെ സത്യാവസ്ഥ, കൃത്യമായ കണക്ക് അദ്ദേഹം വിചാരിച്ചാൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. കൃത്യമായ കണക്കെടുത്തുകൊണ്ട് $100 അല്ലെങ്കിൽ $200 ഇൻറ്റു ഫോറിൻ എക്സ്ചേഞ്ച് സേവിച്ചു നൽകിയ ഈ കഥ രാജ്യത്തോടും ജനങ്ങളോടും എത്രയും വേഗം അറിയിച്ചുകൊണ്ട് ഈ പോർട്ടിനെ സംരക്ഷിക്കുന്ന, ഈ പോർട്ടിനെ വളർത്തുന്ന, നർച്ചർ ചെയ്യുന്ന പലതരം പദ്ധതികൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആവാം, ഇവിടുത്തെ ഗ്രോത്ത് കോറിഡോർ ആവാം, റോഡ് കണക്ടിവിറ്റി ആവാം, റെയിൽ കണക്ടിവിറ്റി ആവാം, ഇൻവെസ്റ്റ്മെന്റ്സ് ആവാം, തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ താല്പര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശസ്തമായ ഒരു പഴയ ചൊല്ലില്ലേ, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളിൽ ഔഷധ ഗുണമില്ല. ഒരു കപ്പൽ യാത്ര ട്രാക്ക് ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഇവിടെ വന്നിരുന്ന കപ്പലാണ്, നമ്മുടെ ഇവിടെ വന്ന MYD ഹാങ്ഷു. ആ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് ഏതാണെന്ന് നോക്കുമ്പോൾ അത് പറയുന്നില്ല, വ്യക്തമായിട്ട് പറയുന്നില്ല. അതിന് പകരം അവർ എഴുതി വെച്ചിരിക്കുന്നത് ചൈനീസ് ഓണർ ആൻഡ് ക്രൂ എന്നാണ്. ഡെസ്റ്റിനേഷൻ പോർട്ട് എഴുതേണ്ട സ്ഥാനത്ത് അവർ എഴുതി വെച്ചിരിക്കുന്നത് ചൈനീസ് ഓണർ ആൻഡ് ക്രൂ. ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് പോയതെന്ന് തോന്നുന്നു. വേണമെങ്കിൽ തീയതി കൃത്യമായിട്ട് എഴുതി കാണിക്കാം. 10 ദിവസം മുമ്പ് പോയ ആ വെസൽ, ആ കോളം, എന്റെ റെക്കോർഡിൽ ആ കോളം ബ്ലാങ്ക് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ അത് ഒന്നുകൂടി പരിശോധിച്ചു. അപ്പോഴും അത് എഴുതി വെച്ചിരിക്കുന്നത് ചൈനീസ് ഓണർ ആൻഡ് ക്രൂ. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക്. ജീവിതകാലം മുഴുവൻ ചൈനീസ് ഓണർ ആൻഡ് ക്രൂ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിരിക്കുന്നത് ജിബൂട്ടിയിലോട്ടാണ്. അപ്പൊ ജിബൂട്ടിയിലോട്ട് പോകുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് എഴുതി വെക്കണം, ഞങ്ങൾ ചൈനയാണ്, ചൈനയുടെ കപ്പലാണ്, ഞങ്ങൾ ട്രിവാൻഡ്രം പോർട്ടിൽ നിന്നല്ല വരുന്നത് എന്ന് എഴുതി വയ്ക്കണം. എന്തിനാണ്? ഹൂതി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്.
ചൈന കപ്പലുകൾക്ക് പ്രത്യേക പരിരക്ഷ ഹൂതികൾ നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ AS പ്രകാരം ഇത് ചൈന കപ്പലാണ്, ചൈന ക്രൂ ആണ്, അതുകൊണ്ട് മിസൈൽ വിടാൻ പാടില്ല എന്ന് ഹൂതികളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് പോയ MYD ഹാങ്ഷു ചൈന ഓണർ ആൻഡ് ക്രൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോഴും നമുക്ക് നോക്കാം. എന്തായാലും ആ പരിസരം കഴിയുന്നത് വരെ, പോകുമ്പോഴും വരുമ്പോഴും ആ പരിസരം കഴിയുന്നത് വരെ ഇത് തന്നെയായിരിക്കും അവരുടെ ഡെസ്റ്റിനേഷൻ പോർട്ടിന്റെ ഭാഗത്ത് നമുക്ക് വായിക്കാൻ പറ്റുക. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ചൈനക്കാരാണ്, ഞങ്ങളിൽ ഔഷധ ഗുണമില്ല, ഞങ്ങളെ കൊല്ലരുത്. ഇനി നമുക്ക് നമ്മുടെ കപ്പൽ നിലവാരം എത്രത്തോളമായി, ഇനിയിപ്പോൾ ഈ വർഷം മുഴുവൻ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത ഒരു സംഖ്യ പോലും തെറ്റാതെ നമുക്ക് എല്ലാവരും കൃത്യമായും പറയുന്നുണ്ടത് ടോട്ടലാണ്. വലിയ ഫിഗർ 243, 44, 45 എന്നൊക്കെ പറയുന്നത് ഒരു വർഷത്തെ ഫിഗറായിട്ടത് തുടക്കം മുതലുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മറ്റത് ഓരോ മാസവും വരുന്നതാണ്. ബ്രാക്കറ്റിൽ കൊടുക്കുന്ന 1, 2, 3 എന്നുള്ളത് ഓരോ മാസത്തെയും കണക്കാണ്. അപ്പോൾ അതും കൂടി പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കി പോകണം. Signing off, Elias John.